കേരളത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ആവശ്യം ഉന്നയിച്ചത്. അമൽ തേനമ്പ്രമുണ്ട്. അമൽ, ഈ SIRമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത്? അതിൽ സംസ്ഥാന സർക്കാരിന് റോളുണ്ടോ? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. SIR നടപ്പാക്കുന്നത് അല്ലെങ്കിൽ അത് ആ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്നുള്ള കാര്യമാണ് പറയുന്നത്. 2002 ഏറ്റവും ഒടുവിൽ ഈ വോട്ടർ പട്ടിക ഇങ്ങനെ തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിനുശേഷം 2.24 കോടി ആളുകളായിരുന്നു വോട്ടർമാരായി ഉണ്ടായിരുന്നത്. അത് പക്ഷേ പിന്നീട് ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോൾ 2.78 കോടി ആളുകൾ വോട്ടർ പട്ടികയുടെ ഭാഗമാകുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്നുണ്ട്. അതിൽ പല ആളുകളെയും ഒഴിവാക്കേണ്ടതുണ്ട്. നഗരങ്ങളിലേക്കൊക്കെ മാറി താമസിച്ച ആളുകളുണ്ട്. അപ്പോൾ തീവ്ര പരിശോധന തന്നെ വേണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ ഇത്തരത്തിലുള്ള പരിശോധന നടന്നപ്പോൾ നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആശങ്കയോടുകൂടി ഈ വിഷയത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. ആ കാര്യം കമ്മീഷനെ അറിയിക്കുകയും എന്തായാലും തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ ആ വിവരം കേന്ദ്രത്തിലേക്കും അറിയിച്ചിട്ടുണ്ട്.